വളരെ വിശുദ്ധിയോടും നിഷ്ഠയോടും വ്രതശുദ്ധിയോടും കൂടി അനുഷ്ഠിക്കുന്ന വലിയ നോമ്പിൻ്റെ ദിനങ്ങൾ ദൈവവചനത്തെ കൂടുതൽ കൂടുതൽ ഹൃദയത്തിലേക്ക് പകരുവാനും അതിലൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ ആധ്യാത്മികമായ നിലവാരം ഉയരുവാനും ആധുനിക കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികൾ, ആ വെല്ലുവിളികൾ ഏതെല്ലാം രീതിയിലാണെന്നുള്ളത് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മഹാമാരിയുടെ രോഗത്തിൻ്റെ ഒരു വലിയ വെല്ലുവിളിയിലൂടെ നാം കടന്ന് ഏതാണ്ട് അതിനെ മറികടക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു എന്ന് പറയാൻ സാധിക്കും ദൈവകൃപയാൽ. എന്നാൽ അപ്പോൾ തന്നെ ലോകരാഷ്ട്രങ്ങൾ തമ്മിലുള്ള വലിയ മത്സരവും യുദ്ധവും ലോകസമാധാനത്തിന് ഭീഷണിയാകുന്നു. അത് ഭൂമിയുടെ ഏത് കോണിലുള്ള വ്യക്തികളെയും സ്വാധീനിക്കാനായിട്ട് സാധ്യതയുള്ള, അല്ലെങ്കിൽ അതിൻ്റെ ദോഷഫലങ്ങൾ അനുഭവിക്കുവാൻ ഇടയാകുന്ന ഒരു സാഹചര്യം എത്തിയിരിക്കുന്നു. ഇങ്ങനെ ഒന്നിന് പിറകെ ഒന്നായിട്ട് അനേക വെല്ലുവിളികൾ ഉയർന്നിരിക്കുന്ന ഈ കാലയളവിൽ ദൈവവചനത്തെ കൂടുതൽ കൂടുതൽ മനനം ചെയ്ത് ദൈവത്തിൻ്റെ കരുണയിലും അവൻ്റെ വാഗ്ദത്വങ്ങളിലും ഏറെ ആശ്രയിച്ചുകൊണ്ട് വെല്ലുവിളികളെ നേരിടുവാനായിട്ടാണ് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിത്യ അല്ലെങ്കിൽ ദൈനംദിന ജീവിതം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കുരിശിൻ്റെ അനുഭവം തന്നെയാണ്. നമ്മുടെ കർത്താവിൻ്റെ ജീവിതയാത്രയെക്കുറിച്ച് എ ജേർണി ഫ്രം ക്രോസ് ടു ക്രോസ്, കുരിശിൽ നിന്ന് കുരിശിലേക്കുള്ള യാത്ര എന്ന് പറയുന്നതിൽ അപാകതയില്ലെന്നാണ് എൻ്റെ തോന്നൽ. കാരണം അദ്ദേഹം ജനിച്ചു വീണ പൈതലാം യേശു ജനിച്ചു വീണ സന്ദർഭം തൊട്ട് കാൽവറി ക്രൂശ് വരെയുള്ള അദ്ദേഹത്തിൻ്റെ യാത്രയിൽ എപ്പോഴും വേദനയുടെയും ദുഃഖത്തിൻ്റെയും ഒറ്റപ്പെടുത്തലുകളുടെയും ഒക്കെ അനുഭവങ്ങളായിരുന്നു ജീവിതത്തിലുണ്ടായിരുന്നത്. അതുകൊണ്ട് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം വാട്ട് ഈസ് ക്രിസ്ത്യൻ ലൈഫ് എന്നൊരു ചോദ്യത്തിന് നൽകാനുള്ള ഉത്തരമെന്ന് പറയുന്നത് എ ലൈഫ് വിത്ത് എ ക്രോസ് എന്ന് തന്നെയാണ്. ക്രിസ്ത്യൻ ലൈഫ് ഈസ് എ ലൈഫ് വിത്ത് ക്രോസ്. കുരിശുമായിട്ടുള്ള ജീവിതമാണ്, അല്ലെങ്കിൽ കുരിശു വഹിച്ചുകൊണ്ടുള്ള ഒരു തീർത്ഥാടനമാണ് യഥാർത്ഥത്തിൽ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ കുരിശിൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ച് കർത്താവിൻ്റെ കാൽവറിയിലെ ക്രൂശീകരണ ആ പശ്ചാത്തലത്തെ കണ്ടുകൊണ്ട് ചില ചെറിയ ചിന്തകൾ പങ്കുവയ്ക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 23-ാം അധ്യായത്തിലാണ് ക്രൂശീകരണത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. മറ്റ് സുവിശേഷങ്ങളിൽ അതുപോലെ തന്നെയുണ്ട്. എങ്കിലും ഞാനിവിടെ എടുക്കുന്ന ഭാഗങ്ങൾ വിശുദ്ധ മത്തായി ശ്ലീഹയുടെ സുവിശേഷത്തിൽ നിന്നായതുകൊണ്ട് 23-ാം അധ്യായത്തിൻ്റെ 33 മുതലുള്ള വാക്യങ്ങളിൽ ഏതാണ്ട് 56 വരെയുള്ള വാക്യങ്ങളിലാണ് ക്രൂശീകരണവും അതേ തുടർന്നുള്ള സംഭവങ്ങളെയും കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞുവല്ലോ, കർത്താവിൻ്റെ ജീവിതമെന്ന് പറയുന്നത് എ ജേർണി ഫ്രം ക്രോസ് ടു ക്രോസ് ആൻഡ് എ ജേർണി വിത്ത് ക്രോസ്. ജീവിതവും കുരിശും ഏന്തിക്കൊണ്ടുള്ള ഒരു യാത്രയായിരുന്നു യേശു ക്രിസ്തുവിൻ്റേത് എന്നുള്ളത് യാഥാർത്ഥ്യമായ ഒരു സംഗതിയാണ്. അതുകൊണ്ട് ഈ കാൽവറി ക്രൂശിൻ്റെ സമീപത്ത് വന്നിട്ട് ആ കുരിശിനെ പല തലങ്ങളിൽ, വ്യത്യസ്ത ആംഗിളുകളിൽ നമുക്കൊന്ന് നോക്കിക്കാണുവാനായിട്ട് സാധിക്കുമോ എന്നുള്ള ഒരു അന്വേഷണം കൂടിയാണ് ഇന്ന് ഈ വചന ശുശ്രൂഷയിലൂടെ ഞാൻ ലക്ഷ്യമിടുന്നത്. വിവിധ തലങ്ങളിൽ നിന്നുകൊണ്ട് കുരിശിനെ നമുക്കൊന്ന് കാണുവാനായിട്ട് ശ്രദ്ധിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വാക്യത്തിൻ്റെ ഒരു കറക്ഷൻ പറയട്ടെ. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം എന്ന് പറഞ്ഞെങ്കിലും അത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷമാണ്. പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു പോയതാണ്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 23 അധ്യായത്തിൻ്റെ
3 മുതലുള്ള വാക്യങ്ങളാണ് യഥാർത്ഥത്തിൽ ക്രൂശീകരണത്തെയും അതോട് ചേർന്നുള്ള സംഭവങ്ങളെയും ഏറെ വർണ്ണിച്ചിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ആ ഭാഗമാണ് ഞാൻ അടിസ്ഥാന വേദവാക്യങ്ങളായിട്ട് സ്വീകരിക്കുന്നത്. ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, കാൽവറിയിലെ ക്രൂശിനെ വിവിധ തലങ്ങളിൽ നിന്നുകൊണ്ട് വീക്ഷിക്കുകയാണെങ്കിൽ എന്തൊക്കെ സന്ദേശങ്ങളാണ്, അല്ലെങ്കിൽ ഏതെല്ലാം തലത്തിലാണ് ക്രൂശിനെ കാണേണ്ടത് എന്നുള്ളത് ഒന്ന് ചിന്തിക്കുവാൻ, വിലയിരുത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ആരാധനകൾ പരിശോധിക്കുകയാണെങ്കിൽ ക്രൂശിനുള്ള സ്ഥാനം വളരെ വലുതാണെന്നുള്ളത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു സംഗതിയല്ല. നമുക്കറിയാം, എല്ലാ മാറാനായ പെരുന്നാളുകൾക്കും ശ്രീബ ആഘോഷമെന്ന് പറയുന്ന ഒരു ശുശ്രൂഷ തന്നെ ക്രമീകരിച്ചിരിക്കുകയാണ്. കാരണം എന്താണ്? മനുഷ്യാവതാരത്തിൻ്റെ, ദൈവപുത്രൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ കൾമിനേഷൻ എന്ന് പറയുന്നത് കാൽവറിയിലെ ക്രൂശിലാണ്. കാൽവറിയിലെ ക്രൂശിലാണ് ക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ ദൈവപുത്രൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ പൂർത്തീകരണം. പിന്നീട് അതിൻ്റെ ആ ക്രൂശിലൂടെ മരണത്തെ ജയിക്കുകയാണ് പുനരുദ്ധാനത്തിലൂടെ. അതുകൊണ്ട് മനുഷ്യാവതാരത്തിൻ്റെ ഒരു കൾമിനേഷൻ എന്ന് പറയാൻ സാധിക്കുന്നത് കാൽവറി ക്രൂശാണ്. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയിലെ ഒരു സദറായിൽ ഇങ്ങനെ നാം വായിക്കുന്നുണ്ട്: ബേഥലഹേം ഓഫർത്ത സന്തോഷിക്കുകയും യോർദാൻ നദി കാത്തിരിക്കുകയും കുരിശുമരം ഗോഗുൽത്ത ആഘോഷിക്കുകയും. ഈ 3 സംഭവങ്ങളെക്കുറിച്ചാണ്. ബേഥലഹേം ഓഫർത്ത ആനന്ദിക്കുകയാണ്, യോർദാൻ നദി കാത്തിരിക്കുകയാണ്, ഗോഗുൽത്തായോ കുരിശുമരത്തെ ആഘോഷിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ മനുഷ്യാവതാരത്തിൻ്റെ ആഘോഷം, അതിൻ്റെ പൂർത്തീകരണത്തിൻ്റെ ആഘോഷം യഥാർത്ഥത്തിൽ കാണുവാൻ കഴിയുന്നത് കാൽവറിയിലെ ക്രൂശിലാണ്. അതുകൊണ്ട് ക്രൂശിൻ്റെ മഹത്വം അത്രമാത്രം വലിയതും ആരാധനകളിൽ എല്ലാം തന്നെ ഈ ക്രൂശിനെ ഉയർത്തി കാണിക്കുകയും ചെയ്യുകയാണ്. മാലാഖമാർ ആരെ വന്ദിക്കുന്നുവോ അവനെ നമുക്കും വന്ദിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കാൽവരിയിൽ ആ ക്രൂശിനെ ആഘോഷിക്കുമ്പോൾ യഥാർത്ഥത്തിൽ മനുഷ്യാവതാരത്തെ മുഴുവൻ നാം ആഘോഷിക്കുകയാണ് എന്ന് ഓർക്കണം. ചുരുക്കത്തിൽ ക്രൂശിൻ്റെ പ്രാധാന്യം, ക്രൂശിൻ്റെ സാങ്കത്യം, ദൈനംദിന ജീവിതത്തിൽ ക്രൂശിനുള്ള സ്ഥാനം, ഇതെല്ലാം യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ പ്രാധാന്യമർഹിക്കുന്ന സംഗതികളാണ്. കാൽവറി ക്രൂശിലേക്ക് ഒന്ന് നോക്കുക. നമുക്കവിടെ പ്രത്യക്ഷത്തിൽ തന്നെ 3 വിധത്തിലുള്ള ക്രൂശുകൾ കാണാൻ സാധിക്കും. നമ്മുടെ കർത്താവിൻ്റെ ക്രൂശുണ്ട്, കൂടാതെ വലത്തും ഇടത്തുമായിട്ട് മറ്റ് 2 കുരിശുകൾ കൂടെ കാണുന്നുണ്ട്. ഇപ്പം കാൽവറിയിലെ ആ ക്രൂശിനെ അത്തരത്തിൽ ഒന്ന് വീക്ഷിക്കുകയാണെങ്കിൽ ആ 3 ക്രൂശുകൾ യഥാർത്ഥത്തിൽ 3 സന്ദേശങ്ങൾ നൽകുന്ന കുരിശുകളാണ്. ഒന്ന് നിന്ദയുടെയും പരിഹാസത്തിൻ്റെയും ക്രൂശാണ്. നീ ദൈവപുത്രനാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിച്ച് ഞങ്ങളെയും കൂടെ ഒന്ന് സ്വതന്ത്രമാക്കുക എന്ന് പറയുന്ന ആ പരിഹസിക്കുന്ന കള്ളൻ്റെ ക്രൂശ്. അത് ക്രൂശിനോടുള്ള ഒരു സമീപനമോ അല്ലെങ്കിൽ ക്രൂശിനെ അനുഭവിക്കുന്ന നേരത്ത്, ക്രൂശാനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന നേരത്ത് ക്രൂശിനോട് നമുക്ക് തോന്നാനിടയുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്, അല്ലെങ്കിൽ ഒരു ഭാവമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നിന്ദയുടെയും പരിഹാസത്തിൻ്റെയുമായ ഒരു ക്രൂശിനെ അവിടെ കാണുന്നുണ്ട്. രണ്ടാമത്തേത് അനുതാപത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും കുരിശാണ്. യേശുവേ, നീ രാജ്യത്വം പ്രാപിക്കുന്ന നേരത്ത് എന്നെ നീ ഓർത്തുകൊള്ളണമേ എന്ന് മറ്റൊരു കള്ളൻ പ്രാർത്ഥിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ക്രൂശിലെ അനുഭവം ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ വലിയ അനുതാപവും അതേ തുടർന്ന് പശ്ചാത്താപവും ഉളവാക്കി എന്ന് സത്യം. അപ്പോൾ ക്രൂശിനെ വ്യക്തിപരമായി ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നുവെങ്കിൽ, ക്രൂശാനുഭവങ്ങളെ ജീവിതത്തിലേക്ക് സാംശീകരിക്കുവാനായിട്ട് ശ്രമിക്കുന്നെങ്കിൽ, ഇങ്ങനെയൊരു സാധ്യത അവിടെ കാണുന്നു. എങ്ങനെയുള്ളത്? അനുതാപത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റേതുമായ ഒരു സാധ്യത. നീ രാജ്യത്വം പ്രാപിക്കുന്ന നേരത്ത് പാപിയായ എന്നെ ഓർത്തുകൊള്ളണമേ എന്നുള്ള ആ കള്ളൻ്റെ യാചന യഥാർത്ഥത്തിൽ ക്രൂശിലൂടെ നേടിയെടുക്കുവാൻ സാധിക്കുന്ന അനുതാപത്തിൻ്റെയും
പശ്ചാത്താപത്തിൻ്റെയും പുതിയ മുഖം വെളിവാക്കുന്നതാണ്. ഇത് രണ്ടാമത്തേതാണെങ്കിൽ അടുത്തതാരുടേതാണ്? നീ ഇന്ന് എന്നോടുകൂടി പറുദീസായിലിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടും, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർക്കറിഞ്ഞുകൂടാത്തതിനാൽ അവരോട് ക്ഷമിക്കണമേ എന്ന് നിലവിളിച്ചതുകൊണ്ടും, കൂടാതെ തൻ്റെ മാതാവിനോട് സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ, യോഹന്നാനോട് ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ ഒരു ബന്ധം സ്ഥാപിക്കുവാനായിട്ട് ശ്രദ്ധിച്ച യേശു ക്രിസ്തുവിൻ്റെ കുരിശ്, അത് രക്ഷയുടെ കുരിശാണ്, അത് പ്രത്യാശയുടെ കുരിശാണ്, അത് പുതിയ സാധ്യതകളെ തുറന്നു തരുന്ന കുരിശാണ്, അത് ക്ഷമയുടെയും സഹനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കുരിശാണ്. അപ്പോൾ കുരിശിനെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നുവെങ്കിൽ, കുരിശനുഭവങ്ങൾ ജീവിതത്തിൽ ഉളവാകുന്നുവെങ്കിൽ, നമ്മളാണ് നിശ്ചയിക്കേണ്ടത് ഈ 3 അനുഭവങ്ങളിൽ ഏതാണ് എനിക്ക് വേണ്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ നേരിടുന്ന കുരിശിനെ ഈ 3 ഭാവങ്ങളിൽ ഏത് ഭാവത്തോടു കൂടിയാണ് ഞാൻ ഉൾക്കൊള്ളേണ്ടത്. പരിഹാസത്തിൻ്റെയും നിന്ദയുടെ അനുഭവമായിട്ട് എൻ്റെ ക്രൂശിനെ ഞാൻ മാറ്റണമോ? അനുതാപത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും സാധ്യതയായിട്ട് എൻ്റെ കുരിശിനെ ഞാൻ കാണണമോ? അതോ കർത്താവിൻ്റെ അതിശ്രേഷ്ഠമായ സാധ്യതകളേറെയുള്ള പുതിയ അർത്ഥതലങ്ങളെ പ്രദാനം ചെയ്യുന്ന സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും കരുതലിൻ്റെയും എല്ലാം ഭാവമായിട്ട് കുരിശിനെ കാണുവാനായിട്ട് കഴിയുമോ? ഈ 3 ദൃശ്യങ്ങൾ, ഈ 3 കാഴ്ചകൾ, ഈ 3 സമീപനങ്ങൾ യഥാർത്ഥത്തിൽ നമ്മെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് പ്രത്യേകിച്ച് ഓർക്കേണ്ടതാണ്. നമ്മളാണ് അത് നിശ്ചയിക്കേണ്ടത്. ഇതിൽ ഏതാണ് എനിക്ക് കരണീയമായിട്ടുള്ളത്? തർക്കമൊന്നുമില്ല. നിന്ദയുടെയും പരിഹാസത്തിൻ്റെയും സാധ്യതയായിട്ട് കുരിശിനെ കാണരുത്. അനുതാപത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും സാധ്യതയായിട്ട് അതിനെ കണ്ടിട്ട് അതിൽ നിന്ന് അതിൻ്റെ അടുത്ത പടിയിലേക്ക് ഉയരുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതെന്താണ്? ലോകത്തിനു വേണ്ടി, മനുഷ്യനു വേണ്ടി, സഹജീവികൾക്ക് വേണ്ടി തന്നെ സ്വയം നൽകുന്ന അങ്ങേയറ്റത്തെ സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും കരുതലിൻ്റെയും ദിവ്യ വെളിച്ചമാകുന്ന കുരിശിനെയാണ് നമുക്ക് വേണ്ടിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഗോൽഗോഥായിലെ കുരിശിൻ്റെ ആഘോഷം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു വലിയ വെളിച്ചത്തിൻ്റെ മഹോത്സവം തന്നെയാണ്. വെളിച്ചത്തിൻ്റെ മഹോത്സവമാണ് യഥാർത്ഥത്തിൽ കാൽവറിയിലെ ക്രൂശിൽ നടന്നത്. കാരണം അന്തരംഗത്തിൽ വെളിച്ചം ഉദിക്കുമ്പോഴാണ് വേറൊരാളെ സ്നേഹിക്കാൻ സാധിക്കുന്നത്. ഹൃദയത്തിൽ വെളിച്ചം ഉദിക്കുമ്പോഴാണ് ക്ഷമിക്കുവാനായിട്ട് സാധിക്കുന്നത്. ഹൃദയത്തിലെ ഇരുട്ട് നീങ്ങി വെളിച്ചം വരുമ്പോഴാണ് കരുതുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ കുരിശ് യഥാർത്ഥത്തിൽ വെളിച്ചത്തിൻ്റെ മഹോത്സവത്തിൻ്റെ കുരിശാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ 3 തലങ്ങളിൽ നമുക്ക് കുരിശിനെ ആദ്യം കാണുവാനായിട്ട് ശ്രമിക്കാം. വീണ്ടും ഈ കുരിശിൻ്റെ അരികിലേക്ക് നമുക്കൊന്ന് വരാം. മറ്റ് 3 സമീപനങ്ങൾ ആ ക്രൂശിനോട് വളർത്തിയെടുക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണുന്നുണ്ട്. അതായത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 44 മുതൽ 49 വരെയുള്ള വാക്യങ്ങളിലാണ്. ഞാൻ ആ ഭാഗമെല്ലാം വായിക്കുകയല്ല. ക്രൂശീകരണം കഴിഞ്ഞപ്പോൾ നടന്ന സംഭവത്തെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. 47-ാം വാക്യത്തിൽ കാണുന്നത്, ഈ സംഭവിച്ചത് ശതാധിപൻ കണ്ടിട്ട് ഈ മനുഷ്യൻ വാസ്തവമായി നീതിമാനായിരുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വീകരിച്ചു. അടുത്ത വാക്യത്തിൽ പറയുന്നത്, കാൺമാൻ കൂടി വന്ന പുരുഷാരം സംഭവിച്ചത് കണ്ടിട്ട് മാറത്തടിച്ച് മടങ്ങിപ്പോയി. അടുത്ത വാക്യത്തിൽ അവൻ്റെ പരിചയക്കാർ എല്ലാവരും ഗലീലായിൽ നിന്ന് അവനെ അനുഗമിച്ച സ്ത്രീകളും ഇതെല്ലാം നോക്കിക്കൊണ്ട് ദൂരത്ത് നിന്നു. ഇപ്പോൾ കാൽവറിയിൽ നടന്ന
ആ മഹോത്സവത്തെ 3 രീതികളിൽ വീക്ഷിച്ച അല്ലെങ്കിൽ 3 രീതികളിൽ നോക്കിക്കണ്ട ആളുകളെക്കുറിച്ചാണ് പറയുന്നത്. ഞാൻ അവസാനത്തെ വാക്യത്തിൽ നിന്ന് അല്ലെങ്കിൽ 49-ാമത്തെ വാക്യത്തിൽ നിന്ന് തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ പറയുന്നത്, അവൻ്റെ പരിചയക്കാർ എല്ലാവരും ഗലീലായിൽ നിന്ന് അനുഗമിച്ച സ്ത്രീകളും ഇത് നോക്കിക്കൊണ്ട് ദൂരത്ത് നിന്നു. കാൽവറിയിലെ ക്രൂശ്, ആ ക്രൂശിൽ നടക്കുന്ന വെളിച്ചത്തിൻ്റെ മഹോത്സവം, ആ മഹോത്സവത്തിൻ്റെ ആഴം തിരിച്ചറിയാൻ കഴിയാതെ അവർ ചെയ്തതെന്താണ്? ആരെയാണ് ക്രൂശിക്കുന്നത്? അവർക്കറിയാം, ഈ നസറേത്തുകാരൻ തങ്ങളുടെ ഗുരുവായിരുന്നവൻ ദൈവത്തിൻ്റെ ഏകജാതനാണ്, ദൈവപുത്രനാണ്, ലോകരക്ഷകനാണ് എന്ന ബോധ്യമുള്ള ആളുകളാണ് ഗലീലായിൽ നിന്ന് വന്ന സ്ത്രീകളും അവൻ്റെ സ്നേഹിതരുമെല്ലാം. പക്ഷേ ആഴമറിഞ്ഞിട്ടും ദൂരെ മാറി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് അവരുടേത്. ആഴമറിഞ്ഞിട്ടും ദൂരെ മാറി നിൽക്കുകയാണ് ഈ കൂട്ടർ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മിൽ അനേക ആളുകൾ ഈ കാറ്റഗറിയിൽ വരുന്ന ആളുകളാണോ, അല്ലെങ്കിൽ അല്ലേ? ക്രൂശിൻ്റെ ആഴം, ക്രിസ്തുയേശുവിലൂടെ ക്രൂശിന് കിട്ടിയ പുതിയ അർത്ഥതലങ്ങൾ, കാൽവറിയിലെ യാഗത്തിൻ്റെ അനന്യ സാധ്യത, ഇതൊക്കെ അറിയാവുന്നവരാണ് ഞാനും നിങ്ങളുമൊക്കെ, നമ്മളൊക്കെ. പക്ഷേ എങ്കിലും ആഴമറിഞ്ഞിട്ടും അകലമാറി നിൽക്കുന്ന ശൈലി അനേക ആളുകൾ സ്വീകരിച്ചിരിക്കുന്നു. ഈ ക്രൂശിൻ്റെ അടുക്കൽ വരുവാൻ, ഈ ക്രൂശിലൂടെ ദൈവത്തെ മഹത്വീകരിക്കുവാനായിട്ടുള്ള ഉത്സാഹം നമ്മുടെ ആധ്യാത്മികതയിൽ കുറയുകയല്ലേ യഥാർത്ഥത്തിൽ? ജീവിതത്തിലെ ചെറുതോ വലുതോ ആയിട്ടുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ ഉണ്ടാകുന്ന നേരത്ത് അങ്ങനെയുള്ള ക്രൂശിനെ വഹിക്കുവാനോ ആ ക്രൂശിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനോ ശ്രമിക്കാതെ പഴിചാരി അല്ലെങ്കിൽ അതിൻ്റെ ആഴം തിരിച്ചറിഞ്ഞിട്ടും ദൈവത്തെ മഹത്വീകരിക്കാനുള്ള സാധ്യതയാണെന്ന് പോലും ചിന്തിക്കുവാൻ നമുക്ക് കഴിയാതെ പോകുന്നുണ്ട്. ഇത് അന്നത്തെ കാഴ്ചയുടെ തനി ആവർത്തനം തന്നെയാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് 49-ാം വാക്യത്തിൽ, അവൻ്റെ പരിചയക്കാരെല്ലാവരും ഗലീലായിൽ നിന്ന് അവനെ അനുഗമിച്ച സ്ത്രീകളും ഇത് നോക്കിക്കൊണ്ട് ദൂരത്തു നിന്നു എന്നുള്ളത്. അതിന് 48-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? കാണാൻ കൂടി വന്ന പുരുഷാരമൊക്കെയും സംഭവിച്ചത് കണ്ടിട്ട് മാറത്തടിച്ച് മടങ്ങിപ്പോയി. സാധാരണക്കാരുടെ കാഴ്ചയാണത്. ക്രൂശിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഈ ക്രൂശിൽ കിടക്കുന്നവനാരാണെന്ന് അറിഞ്ഞുകൂടാ. സാധാരണ വഴിയോര കാഴ്ചകൾ പോലെ ഒരു കാഴ്ചയായിട്ട് അവരതിനെ കാണുകയാണ്. വഴിയാത്രക്കാരുടെ, സഞ്ചാരികളുടെ ഒരു കാഴ്ചയായിട്ട് മാത്രം. എന്തോ ആ ഗോകുൽത്തായിൽ എന്തോ നടക്കുന്നു, ഏതോ ഒരുത്തിനെ കുരിശിക്കുന്നു, അല്ലെങ്കിൽ കുരിശിൽ തൂക്കിയിട്ടിരിക്കുന്നു. ഇത് കണ്ടിട്ട് അവരവരുടെ വഴിക്ക് പോവുകയാണ്. പലപ്പോഴും നമ്മിൽ പലരുടെയും അവസ്ഥ ഇത്തരത്തിലാണ്. ഇതിൻ്റെ അർത്ഥം അറിഞ്ഞുകൂടാ, ഇതിൻ്റെ അഴിവ് അറിഞ്ഞുകൂടാ, ഇതിൻ്റെ സാങ്കത്യം അറിഞ്ഞുകൂടാ. എന്തോ സംഭവിക്കുന്നു, കാണുവാനായിട്ട് കൂടി വരികയാണ്. കാണുവാൻ കൂടി വരുന്നു എന്നതിൽ കവിഞ്ഞ് ഇതിൻ്റെ അഴവും അർത്ഥവും, ഇതിൻ്റെ റെലവൻസ്, സാങ്കത്യം എന്താണെന്ന്, വാട്ട് ഈസ് ദ റെലവൻസ് ഓഫ് ക്രോസ് ഇൻ അവർ ലൈഫ്, ഈസ് ദർ എനി മീനിങ് ഫോർ ക്രോസ്, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പോലും ഉന്നയിക്കാൻ തയ്യാറാകാതെ ജീവിതത്തിലുണ്ടാകുന്ന ദുരനുഭവങ്ങളെ, വേദനാജനകമായ സംഗതികളെയൊക്കെ എല്ലാവർക്കും വരുന്ന പോലെ എനിക്കും വന്നു എന്നുള്ള നിലയിൽ മാറത്തടിച്ച് പോകുന്ന ഒരു ജനതയായിട്ട് മാറുകയാണ്. അതായത് ആഴം അറിയാത്ത ജനക്കൂട്ടത്തിൻ്റെ അവസ്ഥയാണ് യഥാർത്ഥത്തിൽ അവിടെ കാണുന്നത്. മറ്റേതങ്ങനെയല്ല, ആഴം അറിഞ്ഞ ആളുകളാണ്. അവർക്കറിയാം ആരാണ് ഈ നസറേത്തുകാരൻ, ആരെയാണ് ക്രൂശിച്ചിരിക്കുന്നത്. അവർ ഇതെല്ലാം കണ്ടിട്ട് മാറത്തടിച്ച് മാറിപ്പോവുകയാണ്. അടുത്തത് ഒരു കാറ്റഗറി അല്ല, ഒരൊറ്റ വ്യക്തിയാണ്. അതാ ശതാധിപനാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇവിടെ എഴുതിയിരിക്കുന്നു 47-ാം വാക്യത്തിൽ, ഈ സംഭവിച്ചതെല്ലാം കണ്ടിട്ട്, എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. സൂര്യൻ ഇരുണ്ടു, ചന്ദ്രന് രക്തനിറം വന്നു, പാറകൾ പിളർന്നു, കല്ലറകൾ
പൊളിയുന്നു, മരിച്ചുപോയ അനേക ആളുകൾ എഴുന്നേറ്റ് വരുന്നു. ഇങ്ങനെ അസാംഭവികമായിരിക്കുന്ന, അസാധാരണമായിരിക്കുന്ന കാര്യങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കണ്ടിട്ട്, സംഭവിച്ചതെല്ലാം കണ്ടിട്ട് ശതാധിപൻ പറയുകയാണ്, ഇവൻ വാസ്തവമായും ദൈവപുത്രനായിരുന്നു, ഇവൻ വാസ്തവമായിട്ടും ദൈവപുത്രനാണ് എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇത് ആഴം അറിഞ്ഞ് ആഴത്തിൻ്റെ അർത്ഥം തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വീകരിക്കുന്ന കാഴ്ചയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ കുരിശ് നമ്മിൽ ഉളവാക്കേണ്ടുന്ന മനസ്ഥിതി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതാണ് നമ്മിലുണ്ടാകേണ്ടുന്ന മനസ്ഥിതി. സംഭവിച്ചത് കണ്ടു. ജീവിതത്തിലെ കുരിശിൻ്റെ അനുഭവങ്ങൾ ഏതെല്ലാം തലങ്ങളിലുണ്ട്, ഏതെല്ലാം രീതികളിലുണ്ട്. അങ്ങനെയുള്ള കുരിശിൻ്റെ ആ അനുഭവങ്ങളെ തിരിച്ചറിഞ്ഞിട്ട്, അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ക്രൂശിനെ രുചിച്ചു നോക്കിയിട്ട് വാസ്തവമായും ഇവൻ ദൈവപുത്രനാണെന്ന് പറയുന്ന ഒരു വലിയ ഉൾക്കാഴ്ച പറയുക മാത്രമല്ല, ഇവിടെ എഴുതിയിരിക്കുന്നത് അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തി എന്നാണ്. ശതാധിപനാണ്, യഹൂദരുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല. റോമാ സൈന്യത്തിലെ ശതാധിപനാകയാൽ ന്യായമായിട്ടും ഒരു റോമാ പൗരനായിട്ടുള്ള അന്യ ദേശവാസിയായിട്ടുള്ള യഹൂദനല്ലാത്ത ഒരാളാണെന്ന് അനുമാനിക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ളയാളാണ് ഈ ക്രൂശിൻ്റെ മഹൽശക്തിയെ കണ്ടിട്ട്, ഈ ക്രൂശിൻ്റെ തേജസ്സിനെ കണ്ടിട്ട്, ഈ ക്രൂശിൻ്റെ മഹത്വത്തെ കണ്ടിട്ട് ഇവൻ വാസ്തവമായിട്ടും ദൈവപുത്രനായാണ് എന്ന് സാക്ഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ ചെറുതോ വലുതോ ആയിട്ടുള്ള കുരിശുകൾ എന്തിനു വേണ്ടി ടു റിയലൈസ് നേച്ചർ ഓഫ് അവർ ലോർഡ്, നമ്മുടെ കർത്താവിൻ്റെ ഭാവം അവൻ എന്താണെന്ന് തിരിച്ചറിയാനായിട്ടാണ്. എന്താണവൻ? അവൻ വാസ്തവമായും ദൈവപുത്രനാണ്. ജീവിതത്തിലെ ഓരോ കുരിശിൻ്റെ അനുഭവവും, അത് രോഗമാകട്ടെ, പരിഹാസമാകട്ടെ, മരണമാകട്ടെ, നഷ്ടങ്ങളുടെ കണക്കുകളാകട്ടെ, ഇതെല്ലാം തന്നെ എന്തിനു വേണ്ടി? ടു റിയലൈസ് ദ നേച്ചർ ഓഫ് ജീസസ് ആസ് ദ സൺ ഓഫ് ഗാഡ്. ഇവൻ വാസ്തവമായിട്ടും ദൈവപുത്രനാണ്. ഈ തിരിച്ചറിവിലേക്ക് നമ്മെ നയിക്കുന്നത് യഥാർത്ഥത്തിൽ കാൽവറിയിലെ ക്രൂശാണെന്നുള്ള ഒരു വലിയ സത്യം ഈ ഭാഗം വെളിവാക്കി തരികയാണ്. അതിലൂടെ ഈ ക്രൂശിലേക്ക് ദൃഷ്ടി ഉയർത്തി ആ ക്രൂശിൽ കണ്ട കാഴ്ചയിലൂടെ, സാധാരണ ഒരു കാഴ്ചയിലൂടെ അസാധാരണമായ ഒരു ദർശനത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേരുകയാണ്. എന്താണ് ആ ദർശനം? ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ദർശനമാണ്. അപ്പോൾ കുരിശിനെ വീക്ഷിക്കുന്നതിൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? നമ്മൾ ആഴമറിയുന്ന ആളുകളാണ്. കുരിശിൻ്റെ അർത്ഥവും വ്യാപ്തിയും അതിലൂടെ നേടിയിട്ടുള്ള പുണ്യവും ആ രക്ഷയുടെ സാധ്യതയുമൊക്കെ തിരിച്ചറിഞ്ഞിട്ടും ക്രൂശിനെ അരികിൽ വരാതെ അകന്നു മാറിപ്പോകുന്ന ജനമായിട്ട് ക്രിസ്ത്യാനി മാറിയിട്ടുണ്ടോ? എന്നാൽ ഇവിടെ ഇതാ ഒരു മനുഷ്യൻ, അന്യജാതിക്കാരൻ, അന്യദേശവാസി, ക്രൂശിലെ സംഭവവികാസങ്ങളെ കണ്ടിട്ട്, ക്രൂശിൻ്റെ അനുഭവങ്ങളെ രുചിച്ചു നോക്കിയിട്ട്, ക്രൂശിനെ രുചിച്ച് അദ്ദേഹം പറയുകയാണ്, ഇവൻ സാക്ഷാൽ ദൈവപുത്രൻ. ദൈവത്തെ മഹത്വീകരിക്കുന്നതിനുള്ള മാർഗമാക്കി ആ ക്രൂശിനെ ഈ ശതാധിപൻ കാണുകയാണ്. വീണ്ടും ക്രൂശിലെ മറ്റ് ചില സന്ദേശങ്ങൾ കൂടെ നമുക്കൊന്ന് കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കാം. ഈ കാൽവറിയിലെ 3 ക്രൂശുകളിൽ ഒരു ക്രൂശിൽ കിടക്കുന്നവൻ പറയുകയാണ്, യേശുവേ, നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെയും കൂടെ ഓർത്തുകൊള്ളണമേ. മറുപടി എന്താണ്? നീ ഇന്ന് എൻ്റെ കൂടെ പറുദീസായിലിരിക്കും. നാളെയെന്നല്ല, 2 ദിവസം കഴിഞ്ഞിട്ടൊന്നല്ല, ഞാൻ രാജ്യത്വം പ്രാപിച്ച് വരുന്ന നേരത്തൊന്നല്ല, ഇന്ന് തന്നെ. ഇത് ക്രൂശിൻ്റെ ഒരു വലിയ അനുഭവം തന്നെയാണ്. ക്രൂശിലുള്ള ഒരു സ്വീകരിക്കുവാനായിട്ടുള്ള
റിസപ്റ്റിവിറ്റി, അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഉൾക്കൊള്ളുവാനായിട്ട്, സ്വീകരിക്കുവാനായിട്ടുള്ള സ്വീകരണ ശേഷി അത് കാൽവറിയിലെ ക്രൂശിനുള്ളതുപോലെ മറ്റൊന്നിനുമില്ല. അതുകൊണ്ട് ക്രൂശ് യഥാർത്ഥത്തിൽ, ക്രൂശ് എന്ന് പറയുന്നത് എ പ്ലേസ് ഫോർ റിസീവിങ് ഓർ പ്ലേസ് ഓഫ് ഗ്രേറ്റ് റിസപ്റ്റിവിറ്റി എന്ന് പറയുവാനായിട്ട് നമുക്ക് കഴിയും. ഇന്ന് എന്നോടുകൂടെ പറുദീസായിരിക്കും. അവൻ്റെ യാചന കേട്ട ഉടൻ തന്നെ ഉത്തരം കൊടുക്കുകയാണ്. ക്രൂശിന് മാത്രമേ ഇതിന് സാധിക്കുകയുള്ളൂ. ക്രൂശാണ് നമ്മെ ഉൾക്കൊള്ളുവാനായിട്ട്, സ്വീകരിക്കുവാനായിട്ട്, പെട്ടെന്ന് തന്നെ സ്വീകരിക്കുവാൻ സാധ്യതയുള്ള സ്ഥലം. അതുകൊണ്ട് ജീവിതത്തിലെ ക്രൂശിൻ്റെ അനുഭവങ്ങൾ യഥാർത്ഥത്തിൽ ഈ ഒരു റിസപ്റ്റിവിറ്റി കൂടുതൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള സാധ്യതയാണെന്ന് തിരിച്ചറിയണം. അതുപോലെ തന്നെ യഥാർത്ഥത്തിൽ കാൽവറിയിലെ ക്രൂശ് മനുഷ്യ അസ്തിത്വത്തിൻ്റെ ഒരു പുതിയ തലം കാഴ്ചവെക്കുന്നതാണ്. എന്താണ് ആ പുതിയ തലം? ഒന്ന് ചിന്തിച്ചാൽ, ഒന്ന് ഓർത്തു നോക്കിയാൽ, ഈ കാൽവറിയിൽ കിടക്കുന്ന ഈ നസറേത്തുകാരൻ യേശു എന്ന് പറയുന്ന വ്യക്തിയെ ഏതെല്ലാം നിലകളിലാണ് പരിഹസിക്കുന്നത്, ഏതെല്ലാം തലങ്ങളിലാണ് നിന്ദിക്കുന്നത്. അപമാനവും നിന്ദയും ശാരീരികമായ പീഡനങ്ങളും ക്ലേശങ്ങളും ഏറ്റ് അങ്ങേയറ്റം അവശനായിട്ട് തളർന്നു കിടക്കുന്ന ഒരു വ്യക്തി ആ ക്രൂശിൻ്റെ നിറവിൽ, ആ ക്രൂശിലെ വേദനയുടെ നിറുകയിൽ കടന്നുകൊണ്ട് ഒരു വലിയ സമൂഹത്തിന് വേണ്ടി, ആ സമൂഹത്തിൽ മനുഷ്യൻ മാത്രമല്ല, ഫോർ ദ ഹോൾ ക്രിയേഷൻ, സർവ സൃഷ്ടിക്കും വേണ്ടിയുള്ള അസാമാന്യമായ ഒരു മധ്യസ്ഥത നടത്തുകയാണ്. എ ഗ്രേറ്റ് ഇൻ്റർസെഷൻ ഫോർ ദ എൻ്റയർ ക്രിയേഷൻ, ദ ഹോൾ ക്രിയേഷൻ. സർവ സൃഷ്ടിക്കും വേണ്ടിയുള്ള ഒരു മധ്യസ്ഥത അദ്ദേഹം നടത്തുകയാണ്. എന്താണ് ഇവർ ചെയ്യുന്നതെന്ന് ഇവർക്ക് അറിഞ്ഞുകൂടാത്തതിനാൽ ഇവരോട് ക്ഷമിക്കണമേ. നമ്മൾ ധരിക്കുന്നത് ആ ക്രൂശിക്കാൻ വന്ന പടയാളികളോ, അല്ലെങ്കിൽ ഏൽപ്പിച്ചു കൊടുത്ത പീലാത്തോസോ, അല്ലെങ്കിൽ മഹാപുരോഹിതരായിരുന്ന ഹന്നായി, കയ്യപ്പാവും ഇങ്ങനെയുള്ള ഏതാനും ആളുകളെ ഓർത്താണ് കർത്താവ് പ്രാർത്ഥിക്കുന്നത് എന്നാണ്. എന്തോ എനിക്കങ്ങനെ ചിന്തിക്കാൻ ഒക്കുന്നില്ല. കാരണം താൻ കാൽവറിയിൽ ഈ ക്രൂശ് സ്വീകരിക്കുന്നത് കേവലം പീലാത്തോസിന് വേണ്ടി തന്നെയല്ല, ബറബ്ബാസിന് വേണ്ടി തന്നെയല്ല, ഹന്നായിന് വേണ്ടി തന്നെയല്ല, കയ്യാപ്പായനോ അല്ലെങ്കിൽ ഈ റോമ സൈന്യത്തിലെ ആർക്കും വേണ്ടിയോ അല്ല, മറിച്ച് സർവ സൃഷ്ടിയുടെയും മോചനത്തിന് വേണ്ടിയാണ്. സകല സൃഷ്ടിയുടെയും, ആദാമിൽ തുടങ്ങിയ സകല മനുഷ്യരുടെയും സകല സൃഷ്ടിയുടെയും മോചനമാണ് കാൽവറിയിലെ യാഗത്തിൻ്റെ ലക്ഷ്യമെങ്കിൽ, യഥാർത്ഥത്തിൽ ഈ വേദനയുടെ നടുവിൽ കടന്നുകൊണ്ട് പിതാവാം ദൈവത്തോട് ഒരു മധ്യസ്ഥത സർവ്വലോകത്തിനും വേണ്ടി നടത്തുന്നുവെങ്കിൽ, ന്യായമായിട്ട് നമുക്ക് ഊഹിക്കുവാൻ സാധിക്കുന്നത് മനുഷ്യത്വത്തിൻ്റെ മറ്റൊരു സാധ്യതയെ അവൻ കാണിച്ചു തരികയായിരുന്നു. ഒരു മനുഷ്യൻ്റെ അച്ചടക്കത്തിലൂടെ, അനുസരണത്തിലൂടെ, ക്രൂശ് വഹിക്കുവാനായിട്ടുള്ള സന്നദ്ധതയിലൂടെ ഒരു പുതു സൃഷ്ടിയെ രൂപീകരിക്കുവാനായിട്ട് സാധിക്കുന്നുവെങ്കിൽ, എ ന്യൂ ഹൊറൈസൺ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, മനസ്സിലാക്കുന്നതിൻ്റെ ഒരു പുതിയ ചക്രവാളം അദ്ദേഹം കാൽവറിയിൽ കെട്ടിപ്പടുക്കുകയാണ്. അതുകൊണ്ട് കാൽവറിയിലെ ക്രൂശ് എന്ന് പറയുന്നത്, കാൽവറി ക്രൂശ് അസാമാന്യമായ സാധ്യതയുടെ കേന്ദ്രമാണ് എന്നുള്ളതാണ്. വീണ്ടും ഒരു ചിന്ത കൂടെ പങ്കുവെച്ചുകൊണ്ട് നിർത്തുകയാണ്. കാൽവറിയിലെ ക്രൂശ് എന്ന് പറയുന്നത് അർത്ഥവത്തായ ആഴമുള്ള പുതിയ ബന്ധങ്ങളെ രൂപീകരിക്കുന്നതാണ്. അത് കന്യകമറിയാമിൻ്റെയും യോഹന്നാൻ്റെയും സാന്നിധ്യത്തിലൂടെ കർത്താവ് വെളിവാക്കുകയാണ്. കാൽവറിയിൽ ഈ തീവ്രമായ വേദന അനുഭവിച്ചുകൊണ്ട് കിടക്കുന്ന നേരത്ത് അദ്ദേഹം പറയുകയാണ്, സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ. യോഹന്നാനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. യോഹന്നാനോട് പറയുകയാണ്, ഇതാ നിൻ്റെ അമ്മ. സുവിശേഷകൻ എഴുതിയിരിക്കുന്നത്, അന്നു മുതൽ അവൻ അവളെ സ്വന്തം ഭവനത്തിൽ ചേർത്തു എന്നാണ്. ചുരുക്കത്തിൽ കന്യകമറിയാം
യോഹന്നാൻ എന്ന പുതിയ മകനിലൂടെ മാതൃത്വത്തിൻ്റെ സാർവലൗകികതയിലേക്ക് പ്രവേശിച്ചു എങ്കിൽ യോഹന്നാൻ പുത്രൻ എന്ന പദവിയിലൂടെ പുത്രത്വത്തിൻ്റെ സാർവലൗകികതയിലേക്ക് വരികയാണ്. ഇതെന്തിന്? ഒരു പുതിയ സൃഷ്ടിയുടെ രൂപീകരണം കാൽവറിയുടെ ചുവട്ടിൽ ഉളവായി എന്നതുകൊണ്ട്. ക്രൂശിൻ്റെ തണലിലാണ്, ക്രൂശിൻ്റെ നിഴലിലാണ്, ക്രൂശിൻ്റെ ചുവട്ടിലാണ് ആഴമുള്ള ബന്ധങ്ങൾ ഉടലെടുക്കുന്നത്. സന്ദർഭവശാൽ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ വിവാഹ ഉദാശയിൽ ഏറ്റവും പ്രാധാന്യത്തോടെ കാണുന്ന ഒരു ശുശ്രൂഷയാണല്ലോ കിരീടം വാഴിൻ്റെ ശുശ്രൂഷ. യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നത്? കുരിശ് കോർത്തിട്ടിട്ടുള്ള ഒരു മാല അല്ലെങ്കിൽ കുരിശിനെയാണ് ആഘോഷിക്കുന്നത്. മണവാളൻ്റെയും മണവാട്ടിയുടെയും ശിരസിന് മുകളിൽ ആ കുരിശിനെ ആഘോഷിക്കുകയാണ്. കാരണം ക്രൂശിൻ്റെ ചുവട്ടിലാണ് ആഴവും അർത്ഥവുമുള്ള ബന്ധങ്ങൾ ഉടലെടുക്കുന്നത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ. ചുരുക്കത്തിൽ ഞാൻ പറയുവാൻ ആഗ്രഹിച്ചത്, വളരെ ആഴമായ അർത്ഥപൂർണമായ സ്റ്റെബിലിറ്റിയുള്ള ബന്ധങ്ങളെ നേടണമെങ്കിൽ ജീവിതത്തിൽ കുരിശിൻ്റെ നിഴൽ വേണ്ടിയിരിക്കുന്നു. ഞാനതിൻ്റെ വ്യാഖ്യാനങ്ങളിലേക്കൊന്നും പോകുന്നില്ല. എവിടെ ജീവിതത്തിൽ കുരിശുകൾ അർത്ഥവത്താകുന്നുവോ ആ കുരിശിൻ്റെ സാന്നിധ്യമുള്ളിടത്തെ ബന്ധങ്ങൾ കൂടുതൽ ആഴമുള്ളതായി തീരും. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. ദൈവത്തിൻ്റെ മഹാകരുണ നമ്മുടെ മേൽ വർഷിക്കുവാനായിട്ട് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ക്രൂശ്, ആ ക്രൂശിനെ വിവിധ കാഴ്ചപ്പാടുകളിലൂടെ വീക്ഷിക്കുവാനും അതിൻ്റെ അർത്ഥതലങ്ങളെ കണ്ടെത്തുവാനുമാണ് ശ്രദ്ധിച്ചത്. നോമ്പിൻ്റെ ഈ ദിനങ്ങളിൽ കാൽവറിയിലെ ക്രൂശ് നമുക്ക് കൂടുതൽ പ്രയോജനകരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു.